ഈ കറിയെ വല്ല മറ്റൊന്നും ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. എന്താണെന്നറിയോ, ഈ കറിയിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇതെന്താ ഇത്ര ദിവസം ഉണ്ടാക്കി നോക്കിയില്ല എന്ന് കുറേ ആലോചിച്ചു. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഫാനാവും. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കും. ഇളനീർ വെച്ചിട്ടുള്ള മസാലയാണ്. ഇളനീർ മസാലയുടെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ കറിയെ വെല്ലം വേറെ ഒന്നും ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ചുവന്ന മുളകും കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി ചേരുവകൾ ചേർക്കേണ്ടത്. അപ്പോൾ അതിലോട്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഈ ഒരു മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഗംഭീര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ചെറിയൊരു പുളിരസവും പിന്നെ നമ്മുടെ സവാളയുടെ ആ ഒരു നല്ല വഴണ്ടു വന്നിട്ടുള്ള ടേസ്റ്റും. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീര് കഴിക്കാൻ എന്ത് ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. ഈ ഇളനീരാണെങ്കിലും ഇഷ്ടം പോലെയുള്ള നാടാണ് നമ്മുടെ. എവിടെ പോയാലും, നാട്ടിലെന്ന് മാത്രമല്ല എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇളനീര് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇളനീര് കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തില്ല എന്ന് വിചാരിച്ചു പോകും. ഇപ്പോൾ ഇളനീര് ചേർത്തിട്ട് വേറെ പല നോൺ വെജ് വിഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെജിറ്റേറിയൻ ഡിഷും നല്ല രസമായിട്ട് തയ്യാറാക്കാൻ പറ്റും. മഞ്ഞൾപ്പൊടിയും അടുത്തതായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വീണ്ടും നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇളനീര് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് സാധാരണ ഇളനീരിന് ജ്യൂസ് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് തയ്യാറാക്കാറുണ്ട്, ഡ്രിങ്കൊക്കെ തയ്യാറാക്കാറുണ്ട്, പിന്നെ നമ്മുടെ ഇളനീർ ഷേക്ക് തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇളനീർ ചിക്കൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇളനീർ വെച്ചിട്ട് നോൺ വെജ് അല്ലാതെ വെജ് റെസിപ്പി ആയിട്ട് തന്നെ നല്ല രസമായിട്ട് തയ്യാറാക്കാം. ഇതിലോട്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടാനും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെ നല്ല രസമായിട്ട്, അതായത് ഈ മസാല എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീര് ഇങ്ങനെ വായിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരിൻ്റെ കാമ്പ് ഇതിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഇളനീര് അതായത് സാധാരണ നമ്മൾ മലയാളികൾക്ക് തേങ്ങ അരച്ചിട്ടുള്ള വിഭവങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തേങ്ങ വെച്ചിട്ട് പലതരം വിഭവങ്ങൾ, അതായത് തേങ്ങ മെയിനായിട്ട് വന്നിട്ട് പലതരം വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അതിലൊന്നാണ് തേങ്ങാ പിക്കിൾ. ഞാൻ ഇതിനു മുമ്പ് തയ്യാറാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഗംഭീര ടേസ്റ്റാണ്. അതൊരു പഴയകാല വിഭവമായിരുന്നു തേങ്ങാ പിക്കിൾ. അതുപോലെ തന്നെ നമ്മുടെ ഇളനീര് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പായത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഗംഭീരമാണ്. ഇനി ചേർത്ത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഇളനീരിൻ്റെ ആ ഒരു കാമ്പ് അരച്ചെടുത്തതാണ്, വേറെ വെള്ളം ചേർക്കരുത്. ഇളനീരിൻ്റെ കാമ്പ് അരച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് വീണ്ടും ഇളനീരിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ റെസിപ്പിക്ക് മധുരമാണോ, ഇളനീരിൻ്റെ വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഈ റെസിപ്പിക്ക് മധുരമൊന്നുമല്ല, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഇളനീര് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേകുകയാണ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീര് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേകുന്നത് എന്തിലാണ്, നമ്മുടെ ഇളനീരിൻ്റെ ആ ഒരു വെള്ളമില്ലേ അതിലാണ് വെന്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണോ, അപ്പോൾ ഇങ്ങനെ വെന്ത് നല്ല പാകമായി വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരിൻ്റെ കാമ്പാണോ അത്രയും ടേസ്റ്റിയാണ്. അതായത് നമുക്കിതിൽ ആ ഒരു കഷ്ണമായിട്ട് കിട്ടുന്നത് ഇളനീരിൻ്റെ ആ ഒരു കാമ്പാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ ഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ് നമ്മുടെ ഒരു ഇളനീർ മസാല കറി. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഇനിയും വൈകരുത്. കാര്യം നമുക്ക് ഇത്രമാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇളനീര് വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ട് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് തയ്യാറാക്കിക്കൂടാ. അപ്പോൾ ഇന്ന് ഇളനീര് റെസിപ്പി മാത്രമല്ല, ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അപ്പം കൂടെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും ആ ഇളനീരിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പായതുകൊണ്ട്. ഇനി ഇത് വിളമ്പാനായിട്ട് പ്രത്യേകിച്ച് പ്ലേറ്റോ ബൗളോ ഒന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഇളനീര് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമില്ലേ, എന്താ പറയുക, ആ ചിരട്ടയുടെ ഉള്ളിൽ തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ രസമായിരിക്കും ഇല്ലേ. അപ്പോൾ നമ്മുടെ ഇളനീര് വെച്ചിട്ടുള്ള നല്ല കിഡിലൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരിക്കലും മിസ്സാക്കരുത്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇളനീര് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ആ ഒരു റെസിപ്പികളുടെ കൂട്ടത്തിൽ ഈ മസാലയും നമുക്കിനി നമ്മുടെ അടുക്കളയിൽ ഒരു പ്രധാന വിഭവമായിട്ട് മാറ്റാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളും തയ്യാറാക്കുന്ന വിധവും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഇളനീരിൻ്റെ വെള്ളവും ഇളനീരിൻ്റെ കാമ്പും ബാക്കി ചേർത്തിട്ടുള്ള മസാലയും മല്ലിയിലയും കറിവേപ്പിലയും അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവിനെ ഇതെങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഇത് നമ്മുടെ അരി വെള്ളത്തിൽ കുതിർത്ത് അതിൽ അരി നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ ചോറുകൂടെ ചേർത്ത് വീണ്ടും നന്നായി അരച്ചതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഈസ്റ്റ് നന്നായിട്ട് അലിയിച്ച് അതിലേക്ക് ചേർത്തൊക്കെ ഇന്നലെ വെച്ചാണ്. ഇന്ന് രാവിലെ ഉപ്പ് ചേർത്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ പതഞ്ഞ് പൊങ്ങിക്കണ്ടോ ഇങ്ങനെ വന്നിരുതാവും. നല്ല പാകത്തിനായിട്ടുള്ള സോഫ്റ്റ് അപ്പത്തിൻ്റെ മാവാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി ഈ മാവ് വെച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അപ്പവും പിന്നെ ഇളനീർ മസാല പറയണ്ടല്ലോ കൂടുതലൊന്നും. അപ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം. എന്ത് രസമായിരിക്കും അല്ലേ, നല്ല പഞ്ഞി പോലത്തെ അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇളനീർ മസാല ഇങ്ങനെ എടുത്തിട്ട് ഒരു കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ഒപ്പം മാത്രമല്ല നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ ഈ ഇളനീർ മസാല. ചപ്പാത്തിയുടെ ഒപ്പം ആ ഒരു ചപ്പാത്തിയുടെ ആ ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റിനൊപ്പം ഈ ഒരു മസാല നല്ല കോംബോയാണ്. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലതാണെങ്കിലും ചപ്പാത്തിയുടെയും ഈ അപ്പത്തിൻ്റെ കൂടെ, അതായത് ഈ പുളിച്ച് വരുന്നതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അപ്പം ഇങ്ങനെ ചുറ്റിച്ചിട്ട് മാവിങ്ങനെ ചുറ്റിച്ചിട്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്പം ആയി കിട്ടും, അറിയാമല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയി കിട്ടും. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളനീർ മസാലയും അപ്പവും ഒരിക്കലും മിസ്സാക്കരുത്. ഇത് ശരിക്കും എന്തായാലും മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയേണ്ട റെസിപ്പിയാണ് നമ്മുടെ ഇളനീർ മസാലയും. ഇളനീർ മസാലയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനവും കഴിക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഒപ്പം നമ്മുടെ അപ്പം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ, ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഇല്ലേ, ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. നമുക്കൊരു ഇളനീര് വാങ്ങിച്ച് വെച്ചാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇളനീരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പിന്നെ അപ്പവും ദോശ ഇഡ്ഡലിയൊക്കെ എന്തായാലും രാവിലെ ഉണ്ടാക്കണമല്ലോ. അതിൻ്റെ ഒപ്പം ഇങ്ങനൊരു കോംബോയും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ കറി നമുക്ക് ഈവനിങ് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇളനീർ മസാലയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൂട്ടിൻ്റെ ഒപ്പം തന്നെ നോൺ വെജ് ചേർക്കുന്നവർക്ക് നോൺ വെജ് ചേർത്ത് തയ്യാറാക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് ഈ ഒരു കാമ്പ് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് അരച്ചിട്ടും ഇളനീരിനെ ഫുള്ളായി അരച്ചിട്ട് ഈ മസാലയിൽ ഒഴിച്ചിട്ട് അങ്ങനെയും ഒരു കോംബോ തയ്യാറാക്കുന്നവരുണ്ട്. അല്ലാതെ ഈ ഒരു ചെറിയ ചെറിയ പീസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി അല്ലാതെ ഇത് ഫുള്ളായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടാക്കുന്ന മസാലയ്ക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് രണ്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അത് മാത്രമല്ല ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ പൂർണ്ണമായിട്ടും ഇളനീരിൻ്റെ ആ ഒരു വെള്ളവും ഇളനീരിൻ്റെ കാമ്പും ഇളനീര് തന്നെ അരച്ചിട്ട് ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കിഡിലൻ റെസിപ്പിയാണ് നമ്മുടെ ഇളനീർ മസാല.